താങ്കൾക്കൊരു ബ്രാൻഡ് ഇമേജ് ഉണ്ട്, ഒരു മാനുഫാക്ചറിന് അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു ഇമേജ് ഉണ്ട്. പലപ്പോഴും നമുക്ക് നുണ പറയാനും പറ്റില്ല, പക്ഷെ സത്യവും പറയാൻ പറ്റില്ല. ഈ ഒരു ബാലൻസ് എങ്ങനെയാണ് നിങ്ങൾ കീപ്പ് ചെയ്യുക? അല്ല, ആ ഒരു ബാലൻസ് ഞാൻ കീപ്പ് ചെയ്യാനില്ല സത്യം പറഞ്ഞാൽ. അതിൻ്റെ കാരണം എൻ്റെ സ്വന്തം യൂട്യൂബ് ചാനൽ ആയതുകൊണ്ടാണ്. ഇപ്പോൾ എനിക്ക് മാഗസിൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പരസ്യമില്ലാതെ ഓടിക്കാൻ പറ്റില്ല. അല്ല, പക്ഷേ നിങ്ങൾക്ക് ബ്രാൻഡുകളായിട്ട് ബന്ധം വേണ്ടേ? അതുകൊണ്ട് അല്ല, അതിപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവരൊന്നും ഈ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നല്ലോ ബൈജു മോശമായിട്ട് പറഞ്ഞു അല്ലേ എന്നാൽ ഇനി അവനെ അടുപ്പിക്കണം എന്നൊന്നും വിചാരിക്കുന്ന ബ്രാൻഡുകളൊന്നുമല്ല. കാരണം പലരും ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള ഓട്ടോമൊബൈൽ യൂട്യൂബ് ചാനലൊക്കെ കുറ്റം പറയാറുണ്ട്. ഈവൻ തംബ്നെയിലിൽ പോലും ഇഷ്ടം പോലെ കുറ്റമൊക്കെ പറയുന്നുണ്ട്. അവിടെ അത് കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ പഠിച്ചൊരു ജേർണലിസ്റ്റ് ഉണ്ടല്ലോ, കൊല്ലരുത്, വളയ്ക്കാം, ഓടിക്കേണ്ടെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് മനസ്സിലാക്കാനുണ്ടാവും. അതിപ്പം ഇത്രയും വർഷങ്ങൾ, എത്രയോ 10,200 കോടി രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നൊരു വണ്ടി, എത്രയോ ആൾക്കാരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം, അതിനെ പിറ്റേ ദിവസം തന്നെ നശിപ്പിച്ച് കൊല്ലണ്ട എന്ന് വിചാരിക്കാവുന്നതല്ല. എങ്കിൽ പോലും വരികൾക്കിടയിൽ മനസ്സിലാകും സംഭവം ഇതാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നുള്ള കാര്യം. ചേട്ടൻ്റെ മുഖത്തൊരു സന്തോഷം ഇല്ലല്ലോ എന്നൊക്കെ കമൻറ്റ് വരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്രയും കൂടെ പിടിച്ചില്ലെന്നാണ്.